ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സേമിയ പിങ്ക് ബോൾ പായസം. അപ്പോൾ സേമിയയുടെ കൂടെ പിങ്ക് ബോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചവ്വരിയാണ്. അതുപോലെ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ, ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലാതെ നല്ല ഒരു സേമിയ പായസത്തിൻ്റെ ടേസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ ബീട്രൂട്ടാണ്. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ 1/2 ഭാഗം മതി. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ചവ്വരി, നമ്മൾ സേമിയ എടുത്തതിൻ്റെ പകുതി അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. സാഗോ അല്ലെങ്കിൽ സാബുദാന എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളത്തിൽ വേണം വേവിക്കാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും ഒരു 2 കപ്പ് അളവിലൊക്കെ വെള്ളത്തിൽ ഈ ബീട്രൂട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു മത്ത് ചുവയൊന്നും അധികമായിട്ട് നമുക്ക് തോന്നിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമ്മൾ വെന്ത് കഴിഞ്ഞ് അരച്ചെടുക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ ചുവ തീരെ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ബീട്രൂട്ട് മാത്രം ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ച് വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പകുതി വെള്ളമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളത്തിലാണ് നമ്മുടെ ചവ്വരി വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ചവ്വരി നന്നായിട്ട് കഴുകി എടുത്ത് വെക്കുക കേട്ടോ. കഴുകിയിട്ട് വേണം ഈ ഒരു വെള്ളത്തിലിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലിട്ട് വേവിക്കുന്ന സമയത്ത് ചവ്വരിക്ക് നല്ലൊരു കളറ് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒന്നങ്ങ് തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വെള്ളം ആവശ്യമുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇതിൻ്റെ കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുഴുവൻ ബീട്രൂട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ കണ്ടോ, ഈ സാബുദാന അല്ലെങ്കിൽ ചവ്വരിക്ക് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തീരെ കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള പാലാണ് 1/2 കപ്പ്. പിന്നെ നമ്മുടെ ഈ ഒരു ചവ്വരിയിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ 1/2 കപ്പ് ആക്കിയത്. അപ്പോൾ നമ്മൾ സാബുദാനയുടെ വെള്ളം നിങ്ങളുടെ അടുത്ത് കുറവാണെന്നുണ്ടെങ്കിൽ അതൊരു 2 കപ്പ് പാലൊക്കെ എടുക്കാം. അതുപോലെ ലൂസായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിലും 2 കപ്പ് പാലെടുക്കാം. അതുപോലെ ഈ പാല് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. സാധാരണ നമ്മുടെ കവർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാബുദാനയുടെ കളറ് കണ്ടോ, നല്ലൊരു കളറാണ്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏലക്കപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാല് നന്നായിട്ട് വേവണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ച ഈ കളറ് അവസാനം ഉറപ്പായിട്ടും ഉണ്ടാവില്ല, കളറ് കുറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെച്ചേക്കണം. പാലൊക്കെ ഒന്ന് തിളച്ച് അതിലേക്ക് നന്നായിട്ട് ആയി വരുന്ന സമയത്ത് ഈ ഒരു കളർ എന്തായാലും കിട്ടില്ല. ആദ്യം നല്ലൊരു ഡാർക്ക് പിങ്ക് അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ അവസാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം കുറച്ച് ബീട്രൂട്ടും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അത്ര നേരം ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പൊതുവേ ഒരുപാടങ്ങ് മധുരം മുന്തി നിൽക്കാറില്ല പായസത്തിന്. അപ്പോൾ ഈ ഒരു 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. ഇനി കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാതിരിക്കരുത്, പാട കിട്ടാതെ നോക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ
നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒന്നും വറുത്തൊന്നും ഇടുന്നില്ല കേട്ടോ. കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും ഈ പായസത്തിൽ ഇടുന്നില്ല. പകരം ഈ ഒരു സമയത്ത്, അതായത് ഓഫ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ കളറ് കണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന കളറിനെക്കാട്ടിലും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. മുഴുവനായിട്ടും ബാക്കിയുള്ള ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലൊരു കളറ് കിട്ടും. എന്നിട്ട് ഇതൊന്ന് സിമ്മിൽ തന്നെ ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരിക്കലും ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഈ പായസത്തിന് ഉണ്ടാവില്ല. നല്ലൊരു പാലിൻ്റെയും അതുപോലെ നല്ലൊരു കുറുകിയ കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ സാധാരണ നമ്മൾ കുടിക്കുന്ന സേമിയ പായസത്തിൻ്റെ ഇതിനെക്കാട്ടിലും ഒന്ന് മുന്തിയ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ വീട്ടുകളിൽ ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.